നമ്മുടെ നാട്ടിൽ നടന്നതല്ല, യൂറോപ്പിലാണ്. ഒരു ഫാമിലി പുതിയ പാരിഷിൽ വന്നു ചേർന്നു. അത്യാവശ്യം സാമ്പത്തികമുള്ളൊരു ഫാമിലിയാണ്. അവർ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും കാറിൽ അപ്പൻ പള്ളിയെക്കുറിച്ച് കംപ്ലയിൻ്റ് പറഞ്ഞിരിക്കുക. നമ്മുടെ പഴയ പള്ളി ഇതിനേക്കാളൊക്കെ എത്ര മെച്ചമായിരുന്നു. ഈ പള്ളിയിൽ സൗകര്യങ്ങളില്ല, നമുക്ക് ഇരിക്കാൻ പോലും നല്ല ബെഞ്ചില്ല, നമ്മിരിക്കുന്നിടത്ത് കാറ്റ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല, ഒരു ഫാൻ പിടിപ്പിച്ചൂടെ, പിന്നെ സൗണ്ട് സിസ്റ്റം ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല. വീട്ടിലെത്തിയിട്ട് അപ്പം കംപ്ലയിൻ്റ് എടുത്തുന്നില്ല, പുതിയ പള്ളിയെക്കുറിച്ചുള്ള ഈ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മകൻ ഇടപെട്ടു. മകൻ പറഞ്ഞു, അപ്പൻ ഇന്നിട്ട സൺഡേ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ തന്നെ ധാരാളമല്ലേ. ചില മനുഷ്യരുണ്ട്, അവർ നിരന്തരം ഇങ്ങനെ പള്ളിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ 10 പൈസ ഇടില്ല, എന്നാലും അവർ പറയും പള്ളിക്ക് എന്തിന് ഇത്ര പൈസ. പിന്നെ പള്ളി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഒരു പള്ളി അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇടവക്കാരല്ല അതിന് ഉത്തരം പറയണ്ടേ. ഗോസ്പലിൽ വിധവയെക്കുറിച്ച് ഈശോ പറയുന്നത്, അവൾ എല്ലാവരെക്കാളും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. വാക്ക് ശ്രദ്ധിക്കണം, നിക്ഷേപിച്ചിരിക്കുന്നു, കൊടുത്തു എന്നല്ല പറയുന്നത്, നിക്ഷേപമാണത്. ഇറ്റ്സ് എ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് തിരിച്ചെടുക്കാം. നമ്മൾ നേർച്ചപ്പെട്ടിയിലിടുന്നതും സൺഡേ കളക്ഷൻ കൊടുക്കുന്നതും അത് ഡിപ്പോസിറ്റാണെന്ന് മനസ്സിലാക്കണം. അത് ദൈവം നമുക്ക് തിരിച്ചു തരും. ചില ആൾക്കാർ പറയും എനിക്ക് ദൈവം ഒന്നും തരാറില്ലെന്ന്. അതിന് ദൈവം നിങ്ങൾ തരണമെങ്കിൽ നിങ്ങളെന്താ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്? ഡിപ്പോസിറ്റ് ചെയ്താൽ ഇൻട്രസ്റ്റോടു കൂടി അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും, ഉറപ്പാണ്.